ഇരുമ്പ് വാങ്ങുവാൻ ഇനിയൊരു സൂപ്പർ മാർക്കറ്റ് SJ ഷീറ്റ്സ് ആൻഡ് പൈപ്സ്, കോയ ബസാർ, കുമ്പളങ്ങി. കുമ്പളങ്ങിക്കാരുടെ മനം കവർന്ന സ്ഥാപനം. നിങ്ങൾ വീടിന് മേൽക്കുര നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ വീടിന് കരുത്തുറ്റ കമ്പികൾ ആഗ്രഹിക്കുന്നുവോ? SJ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ കമ്പികൾ, GI പൈപ്പുകൾ, റൂഫിംഗ് ഷീറ്റുകൾ. സ്ക്വയർ പാത്തികൾ വാങ്ങുമ്പോൾ യൂറോഗാർഡ് പാത്തികൾ പ്രത്യേകം ചോദിച്ചു വാങ്ങുക. തദ്ദേശം ജീവന സംരക്ഷണ യാത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ ഗംഭീര സ്വീകരണം. തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെയും തദ്ദേശ സർക്കാരുകളെയും ജനസാമാന്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാതെ യാതൊരുവിധ ശാസ്ത്രീയ പഠനവും നടത്താതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗ്രാമവികസനം, ടൗൺ പ്ലാനിംഗ്, എഞ്ചിനീയറിംഗ് വിഭാഗം, നഗരകാര്യ വകുപ്പ് എന്നീ വകുപ്പുകൾ ഏകീകരണം നടത്തി തദ്ദേശ പൊതു സർവീസ് എന്നാൽ മൊത്തം കൺഫ്യൂഷനാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നിലപാടാണ് LDF സർക്കാരിനെന്നും കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 12-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് മെയ് 23-ന് സമാപിക്കുന്ന തദ്ദേശ ജീവന സംരക്ഷണ യാത്രയുടെ എറണാകുളം ജില്ലാതല സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് AICC സെക്രട്ടറി റോജി M. ജോൺ MLA കുറ്റപ്പെടുത്തി. ജീവനക്കാരെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എത്തും പിടിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ആകെ മൊത്തം ഒരു അവിയൽ പരുവമായി ഈ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഈ വകുപ്പിനെ പൂർണ്ണമായും മാറ്റി എന്നുള്ളതാണ് ഈ ഏകീകരണത്തിന്റെ ആകെത്തുക എന്ന് പറയുന്നത്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് വലിയൊരു പ്രതിസന്ധി, ഇതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രതിസന്ധി അല്ല. ഈ സംവിധാനത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ബാധിക്കുകയാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇത് തദ്ദേശ വകുപ്പിലിരിക്കുന്ന ഏതാനും കോടി ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇത് പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. ഈ പ്രശ്നം ജീവനക്കാരെ ബാധിക്കുന്നത് പോലെ തന്നെ അത് പൊതുജനങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഗുരുതരം എത്രത്തോളം ഉണ്ട്, ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയധികമായിട്ട് ഇന്ന് നമുക്കറിയാം, ഇന്ന് തദ്ദേശ വകുപ്പ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ മുഖ്യ പ്രഭാഷണം നടത്തി. അങ്കമാലി നഗരസഭാ ചെയർമാൻ ഷിയോ പോൾ, ജാഥ ക്യാപ്റ്റൻ KLEO സംസ്ഥാന പ്രസിഡന്റ് ബേബി അരീക്കലിനെയും ജാഥ അംഗങ്ങളെയും ആദരിച്ചു. മുൻ MLA PJ ജോയ്, ഒക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി, DCC സെക്രട്ടറി KP ബേബി, കോൺഗ്രസ് ബ്ലോക്ക് മുൻ പ്രസിഡന്റ് KS ഷാജി, UDF അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ TM വർഗീസ് തുടങ്ങിയവർ ജാഥയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ നൈറ്റോ ബേബി അരീക്കൽ സംസാരിച്ചു. KLEO ജില്ലാ പ്രസിഡന്റ് റെനു AB അധ്യക്ഷത വഹിച്ചു. ജോഷി PJ സ്വാഗതവും ജോയി പോൾ നന്ദിയും പറഞ്ഞു. നമുക്കൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള പഠനവും നടത്താതെ അശാസ്ത്രീയമായിട്ടുള്ള പരിഷ്കാരങ്ങളിലൂടെ തെറ്റായ സമീപനം സ്വീകരിച്ചുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. നമുക്കറിയാം, ഓരോ ദിവസവും എടുക്കുന്ന ചില തെറ്റായ സമീപനങ്ങൾ കൊണ്ട് ജീവനക്കാർക്ക് മാത്രമല്ല ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് തീരുമാനങ്ങളാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, അശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ ഗവൺമെന്റ് എടുക്കുകയാണ്. ഓരോ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളെയാണ് ബാധിക്കുന്നത്, നമ്മുടെ നാടിന്റെ വികസനത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി അങ്ങനെ പ്രൈസിൽ വ്യത്യാസമുണ്ടാക്കി. പ്രൈസ് 2018 വേണ്ടെന്ന് വെച്ച് 2021 കടന്നു. ഇത് തന്നെ ഏപ്രിൽ 1-ന് ആരംഭിക്കുമെന്ന് പറഞ്ഞ് സൈറ്റ് മുഴുവൻ ക്ലോസ് ചെയ്ത് ഇപ്പൊ മെയ് മാസം 15-ാം തീയതി ആകുമ്പോഴും അത് പൂർണ്ണമായി സജ്ജമായിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് വരികയാണ്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.